In this method, I discuss artificial variables and bigger method or method of penalties. I start this video with the artificial variables. Artificial variables are fictitious and cannot have any physical meaning. The artificial variable technique is to get the initial basic feasible solution so that the simplex procedure may be adopted as usual until the optimal solution is obtained. Let us take an example. Suppose our LPP is maximize z equal to 6x1 plus 4x2 subject to the constraints 2x1 plus 3x2 less than or equal to 13, 3x1 plus 2x2 less than or equal to 24 and x1 plus x2 greater than or equal to 3, where x1 and x2 greater than or equal to 0. Okay, then ഇങ്ങനെ ഒരു എൽ പി പി നമുക്ക് കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ന് പറയുന്നത് ആ എൽ പി പിന്നെ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി മാറ്റും അല്ലേ. അപ്പോൾ സോ വി ഹൗ ടു ചേഞ്ച് the given constraints to its standard form by introducing slack and surplus variable അല്ലേ. അപ്പോൾ സ്ലാക്ക് വേരിയബിളും സർപ്ലസ് വേരിയബിൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എൽ പി പി കിട്ടിയാൽ ആ എൽ പി പിന്നെ നമ്മൾ ഒരു സ്ലാക്ക് വേരിയബിളും അതുപോലെ തന്നെ സർപ്ലസ് വേരിയബിളും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ then it will become 2x1 plus 3x2 plus s1 equal to 13, 3x1 plus 2x2 plus s3 equal to 24 and x1 plus x2 minus s3 plus a1 equal to 3. ഓക്കെ, അതായത് ഈ കൺസ്ട്രെയിൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നേക്കുന്ന ആദ്യത്തെ രണ്ട് കൺസ്ട്രെയിൻസ്, അതായത് 2x1 plus 3x2 ലെസ് ദാൻ ഓർ ഇക്വൽ ടു 13 ആൻഡ് 3x1 plus 2x2 ലെസ് ദാൻ ഓർ ഇക്വൽ ടു 24. ഈ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ദേ ആർ ദ ടൈപ്പ് ഓഫ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു അല്ലേ. അതിൽ തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഇക്വൽ ടു ആണ്. സോ ലെസ് ദാൻ ഓർ ഇക്വൽ ടു ആയതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു ഈക്വാലിറ്റി ആക്കാൻ വേണ്ടി നമുക്ക് സ്ലാക്ക് വേരിയബിളിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതിയപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത S1ഉം S2 എന്ന് പറയുന്നത് സ്ലാക്ക് വേരിയബിളാണ് അല്ലേ. ആ സ്ലാക്ക് വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ കൺസ്ട്രെയിനെ നമുക്കൊരു ഇക്വേഷനാക്കി എഴുതാൻ പറ്റി. ഇനി തേർഡ് കൺസ്ട്രെയിൻസ് നോക്കുകയാണെങ്കിൽ ആ തേർഡ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് x1 പ്ലസ് x3 x2 ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 3 ആണ് അല്ലേ. അവിടെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 3 ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു സൈനാണ്. സോ അതിനെ ഒരു ഇക്വേഷനാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ സർപ്ലസ് വേരിയബിളിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ S3 എന്ന് എടുക്കുന്നത് ഒരു സർപ്ലസ് വേരിയബിളാണ്. ദാറ്റ് ഈസ് ദെൻ ദാറ്റ് കൺസ്ട്രെയിൻ ബിക്കം x1 പ്ലസ് x2 മൈനസ് s3 ഈക്വൽ ടു 3. ഓക്കെ, ആദ്യം നമ്മൾ സർപ്ലസ് വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് മാറുന്നത് x1 പ്ലസ് x2 മൈനസ് s3 ഈക്വൽ ടു 3 എന്നാണ്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമ്മളിങ്ങനെ ഒരു സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനോ അല്ലെങ്കിൽ ഈക്വൽ സൈനോ ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് തന്നിരിക്കുന്നത്. അവിടെ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ നമുക്കവിടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളിനും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ x1 പ്ലസ് x2 മൈനസ് s3 പ്ലസ് s1 ഈക്വൽ ടു 3 എന്ന് കൊടുത്തത്. അത് ആ a1 എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആർട്ടിഫിഷ്യൽ വേരിയബിളാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റ് ഒന്നുകിൽ ഈക്വൽ സൈൻ ആണ് വിചാരിക്കുക. അതായത് സപ്പോസ് x1 പ്ലസ് x2 ഈക്വൽ ടു 3, അതായത് അതെന്ന് പറയുന്നത് ഒരു ഇക്വേഷനാണ് അല്ലേ. ഈക്വൽ സൈൻ ആണെങ്കിൽ അവിടെ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് സപ്പോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമാണ് അതിനകത്തുള്ളതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഈ കൺസ്ട്രെയിൻസിനെയൊക്കെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ വേരിയബിളും സ്ലാക്ക് വേരിയബിളും സർപ്ലസ് വേരിയബിളും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും ചേഞ്ച് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബിക്കം മാക്സിമൈസ് z ഈക്വൽ ടു 6x1 പ്ലസ് 4x2 പ്ലസ് ഈ S1 S2 എന്ന് പറയുന്നത് നമ്മൾ സ്ലാക്ക് വേരിയബിളും സർപ്ലസ് വേരിയബിളുമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ സ്ലാക്ക് വേരിയബിളിൻ്റെയും സർപ്ലസ് വേരിയബിളിൻ്റെയും കോയിഫിഷ്യൻറ്റ് 0 ആയിക്കൊണ്ടാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 6x1 പ്ലസ് 4x2 പ്ലസ് 0 ഇൻറ്റു S1 പ്ലസ് 0 ഇൻറ്റു S2 ആൻഡ് മൈനസ് എം ഇൻറ്റു a1. a1 എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിളാണ്. ആൻഡ് എം എന്ന് പറയുന്നത് നമ്മൾ ഒരു ലാർജ് ക്വാണ്ടിറ്റി അതിൻ്റെ ഒരു കോയിഫിഷ്യൻ്റായി ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് ഒരു ലാർജ് എമ്മിനെ നമ്മൾ അസ്യൂം ചെയ്യണം. ദിസ് ഈസ് ബിക്കോസ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഈസ് എ നോൺ നെഗറ്റീവ് വേരിയബിൾ. ദാറ്റ് മീൻസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഈസ് എ നോൺ നെഗറ്റീവ് വേരിയബിൾ added to the LHS of a greater than or equal to type constraint to convert the constraint into equality. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
സൈനുള്ള ഒരു കൺസ്ട്രെയിനെ ഇക്വാലിറ്റി ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ആ കൺസ്ട്രെയിനിൻ്റെ LHSൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നോൺ നെഗറ്റീവ് വേരിയബിളാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത്. സിമിലർലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻറ്റ് മാത്രമല്ല, ഇപ്പോൾ ഈക്വൽ ടു പറഞ്ഞ ഇക്വേഷൻ ആണെങ്കിലും നമ്മൾ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ. However, the addition of this artificial variable causes violation of the corresponding constraints. So, we would like to get rid of them and would not allow them to appear in the optimum table. To achieve this, we assign a large penalty m to this artificial variable in the objective function for maximize objective function. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ഈ കൺസ്ട്രെയിനകത്ത് ഈ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് കോസസ് വയലേഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻറ്റ്സ്. ഓക്കെ, ആ വയലേഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ വയലേഷനെ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി അസൈൻ എ ലാർജ് പെനാൽറ്റി എം, ഒരു ലാർജ് ക്വാണ്ടിറ്റി എം ടു ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഈ ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് നമ്മൾ ലാർജ് പെനാൽറ്റി അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലാർജ് ക്വാണ്ടിറ്റി എം അസൈൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളൊരു ഇത് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ LPP സോൾവ് ചെയ്യുന്ന മെത്തേഡിനെ ബിഗ് എം മെത്തേഡ് എന്ന് പറയുന്നത്. സിമിലർലി അതിനെ മെത്തേഡ് ഓഫ് പെനാൽറ്റീസ് അതുപോലെ തന്നെ ബിഗ് എം മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ വി ക്യാൻ ഡിഫൈൻ ദ ആർട്ടിഫിഷ്യൽ variable as let LPP be maximize z equal to C transpose into X subject to the constraint AX equal to B, X greater than or equal to 0 and B belongs to Rm, where A is an m by n real matrix of rank m. Let the m unit column vector inserted in A change A into an augmented matrix and let the inserted columns be combined to form a initial density basis of order m Im. The auxiliary non-negative variables associated with the unit column vectors are called artificial variables. Also note that the artificial variables are introduced when the constraints are of the type greater than or equal to or equal to. Okay, next നമുക്കുള്ള മെത്തേഡാണ് മെത്തേഡ് ഓഫ് പെനാൽറ്റീസ് ഓർ ബിഗ് എം മെത്തേഡ്. അതായത് മെത്തേഡ് ഓഫ് പെനാൽറ്റീസ് അല്ലെങ്കിൽ ബിഗ് എം മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ആ മെത്തേഡിലൂടെ ഹൗ ടു സോൾവ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് ആദ്യം പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ സെയിം മെത്തേഡ് കൂടി തന്നെയാണ് അതിൻ്റെ തിയറിയും സെയിം മെത്തേഡാണ്. നമുക്കൊന്നും കൂടി ഒരു പ്രോബ്ലം ചെയ്യുന്നതിലൂടെ ആയിരിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ദ ക്വസ്റ്റ്യൻ യൂസ് Charner's penalty method or big M method to minimize z equal to 2x1 plus x2 subject to the constraint 3x1 plus x2 equal to 3, 4x1 plus 3x2 greater than or equal to 6 and x1 plus 2x2 less than or equal to 3, where x1 and x2 greater than or equal to 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനെ എന്ന് പറയുന്നത് ബിഗ് എം മെത്തേഡ് ഓർ മെത്തേഡ് ഓഫ് പെനാൽറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വി ഫസ്റ്റ് ചേഞ്ച് ദ ഗിവൺ ഇൻഇക്വാലിറ്റീസ് ഇൻറ്റു ഇക്വാലിറ്റീസ് ബൈ ഇൻട്രൊഡ്യൂസിങ് സ്ലാക്ക് ആൻഡ് സർപ്ലസ് വേരിയബിൾസ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിനിലെ ആ ഇൻഇക്വാലിറ്റീസിനെ നമ്മൾ ഇക്വാലിറ്റീസ് ആക്കിയിട്ട് ആദ്യം മാറ്റിക്കൊണ്ട് ചെയ്യേണ്ടത് ബൈ ഇൻട്രൊഡ്യൂസിങ് സ്ലാക്ക് ആൻഡ് സർപ്ലസ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിനകത്ത് സ്ലാക്ക് വേരിയബിളും സർപ്ലസ് വേരിയബിളും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ദ ബിക്കം ദ ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് 3x1 plus x2 equal to 3 ആണ്. അതൊരു ഇക്വാലിറ്റി തന്നെയാണ് അല്ലേ. സോ അതിനകത്തൊന്നും ചെയ്യാനില്ല. സോ ദിസ് ബിക്കം 3x1 plus x2 equal to 3. ആൻഡ് നെക്സ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് 4x1 plus 3x2 greater than or equal to 6 ആണ് അല്ലേ. അപ്പോൾ greater than or equal to ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സർപ്ലസ് വേരിയബിളിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ. സോ വി ഇൻട്രൊഡ്യൂസ് എ സർപ്ലസ് വേരിയബിൾ x3 such that 4x1 plus 3x2 minus x3 equal to 6. ആൻഡ് നെക്സ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് x1 plus 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അവിടെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ആർ ഓഫ് ദ ഫോം സം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് സ്ലാക്ക് വേരിയബിൾ. സോ ഐ ഇൻട്രൊഡ്യൂസ് എ സ്ലാക്ക് വേരിയബിൾ x4 such that x1 plus 2x2 plus x4 equal to 3. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ കൺസ്ട്രെയിൻസിനകത്ത് സ്ലാക്ക് വേരിയബിളും അതുപോലെ തന്നെ സർപ്ലസ് വേരിയബിൾസും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതിനകത്ത് നമ്മൾ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് അവർ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആദ്യം നമ്മൾ
അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഈ കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറയുന്ന ഒന്നുകിൽ ഈക്വൽ സൈൻ വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആൻഡ് ഈക്വൽ സൈൻ വരുന്ന കൺസ്ട്രെയിൻറ്റ്സിലായിരിക്കും ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റ്സ് നോക്കുക. ആ കൺസ്ട്രെയിനകത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ വരുന്നത് 4x1 + 3x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 അല്ലേ, അതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്ന കൺസ്ട്രെയിൻറ്റ്. സോ നമ്മൾ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ദെൻ നമ്മൾ അതിനകത്തൊരു ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ സെക്കൻഡ് സ്റ്റേജിൽ അതെന്തായി മാറും, തൊട്ട് മുന്നേ നമുക്ക് കിട്ടി ആ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് 4x1 + 3x2 - x3 = 6 ആണ്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമ്മളൊരു ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ കൂടി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇറ്റ് ബിക്കം 4x1 + 3x2 - x3 + x5 അല്ലേ. ആദ്യത്തെ x1 x2 x3 x4 നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു വേരിയബിൾസ്. സോ നമ്മൾ നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ വേരിയബിളിനായിട്ട് xy എടുക്കുന്നു. സോ ദാറ്റ് ബിക്കം 4x1 + 3x2 - x3 + x5 = 6. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിനകത്ത് ഏതെങ്കിലും കൺസ്ട്രെയിൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഉണ്ടോ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു കൺസ്ട്രെയിനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇല്ല, പക്ഷേ നമുക്ക് എന്തുണ്ട്, ഒരു ഇക്വാലിറ്റി ഉണ്ട്. 3x1 + x2 = 3 ഉണ്ട്. സോ നമ്മൾ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ദാറ്റ് കൺസ്ട്രെയിൻ ബിക്കം 3x1 + x2 + x6 = 3. ഓക്കെ, ഇനി ബാക്കിയുള്ള കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, x1 + 2x2 <= 3 ആണ്. അതിനകത്ത് നമ്മൾ സ്ലാക്ക് വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത് x1 + 2x2 + x4 = 3 ആണെന്ന് തൊട്ട് മുകളിലുള്ള സ്റ്റേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പോൾ സ്ലാക്ക് വേരിയബിളിനെയും സർപ്ലസ് വേരിയബിളിനെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഈ കൺസ്ട്രെയിൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് കൺസ്ട്രെയിൻ ബിക്കം 3x1 + x2 + x6 = 3, 4x1 + 3x2 - x3 + x5 = 6 and x1 + 2x2 + x4 = 3. Okay, where x3 and x4 are surplus variable and slack variable respectively, and x5 and x6 are artificial variables. Okay, now the objective function become, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും ചേഞ്ചസ് ഉണ്ടാവും. സോ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബിക്കം 2x1 + x2. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2x1 + x2 ആയിരുന്നു. സോ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബിക്കം 2x1 + x2 + 0 × x3 + 0 × x4. അതായത് സ്ലാക്ക് വേരിയബിളിലും സർപ്ലസ് വേരിയബിളിലും കോയിഫിഷ്യൻറ്റ് 0 ആയി കൊടുക്കുന്നു. 0 × x3 + 0 × x4. നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കോയിഫിഷ്യൻസ് ആയിട്ട് നമ്മളൊരു ലാർജ് എം ആണ് കൊടുക്കേണ്ടത്. സോ this plus m × x5 plus m × x6. That is our objective function become 2x1 + x2 plus mx5 plus mx6. Now since the problem is that of minimizing അല്ലേ, നമുക്ക് തന്നിരിക്കുന്നത് മിനിമൈസ് z = 2x1 + x2 എന്നാണ്. സോ since the problem is that of minimizing the objective function, we convert it to that of maximizing അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം മിനിമൈസ് ചെയ്യാനാണ്. സോ നമുക്ക് അതിന് നമ്മൾ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ബൈ യൂസിങ് ദ റിലേഷൻ മിനിമൈസ് z = minus of maximum of minus z. This is equal to minus maximum of z star, where z star equal to minus z. And what is minus z? Minus z equal to minus 2x1 minus x2 minus mx5 minus mx6. Okay, now consider ഇനി നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ ചെയ്ത അതേ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ കോയിഫിഷ്യൻറ്റ് മെട്രിക്സ് എങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ കോയിഫിഷ്യൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഏതാണ്, 3 1 0 0 0 1 അല്ലേ. അതായത് നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിൽ നോക്കിയിട്ട് ആ കൺസ്ട്രെയിൻസിൽ ഈ x1 x2 x3 x5 x6 വരെയാണ് നമുക്ക് വേരിയബിൾസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസ് കൊണ്ടാണ് എ പറഞ്ഞ മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുന്നത്. ദാറ്റ് a = 3 1 0 0 0 1. നെക്സ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് 4x1 + 3x2 - x3 + x5 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 3 - 1 0 1 0. നെക്സ്റ്റ് കൺസ്ട്രെയിൻ x1 + 2x2 + x4 = 3 ആണ്. സോ 1 2 0 1 0 0. ദിസ് ഈസ് അവർ കോയിഫിഷ്യൻറ്റ് മെട്രിക്സ് എ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എ പറഞ്ഞൊരു കോയിഫിഷ്യൻറ്റ് മെട്രിക്സ് ഉണ്ടാവും. ഈ എ പറഞ്ഞ കോയിഫിഷ്യൻറ്റ് മെട്രിക്സിൽ നിന്നും വി ഹാവ് ടു ഫോം എ മെട്രിക്സ് ബി ബൈ ദ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓഫ് എ.
അല്ലേ? നമുക്ക് എയുടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് കൊണ്ട് ബി പറഞ്ഞൊരു മെട്രിക്സ് ഫോം ചെയ്യണം. അങ്ങനെ നമുക്കൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എക്സ് പി കിട്ടും, സച്ച് ദാറ്റ് എക്സ് പി സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ബി എക്സ് പി ക്യാപിറ്റൽ ബി എക്സ് പി ഈക്വൽ ടു ബി, അല്ലേ? സോ നമുക്ക് എയിലെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ കോളംസ് നോക്കിയിട്ട് ഒരു ബി ഫോം ചെയ്യണം. എന്നിട്ട് നമുക്കറിയാം എ പറഞ്ഞ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ റാങ്ക് 3 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ന് പറയുന്നത് ഒരു 3/3 ഓർഡറിലുള്ള ഒരു ബി പറഞ്ഞ മെട്രിക്സ് ആണ് വേണ്ടത്, സച്ച് ദാറ്റ് ദ കോളംസ് ഓഫ് ബി ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓഫ് എ. ഇനി എയിൻ്റെ നോക്കുകയാണെങ്കിൽ എയിൻ്റെ 4th കോളം, 5th കോളം, 6th കോളം അതെന്നുണ്ടെങ്കിൽ 0 0 1 0 1 0 1 0 0 ആണ്, അല്ലേ? അപ്പം ഈ കോളംസ് കൊണ്ട് നമുക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും, അല്ലേ? അതായത് എയിലെ 6th കോളം അതായത് ലാസ്റ്റ് കോളം 1 0 0 ആൻഡ് 5th കോളം 0 1 0 ആൻഡ് 4th കോളം 0 0 1. അപ്പോൾ ഈ കോളംസ് കൊണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും ഓഫ് ഓർഡർ 3. സോ വി ചൂസ് അവർ ബി ഈക്വൽ ടു I3, അതായത് 3/3 ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് നമ്മൾ ബീനെ എടുക്കുന്നു, അല്ലേ? കാരണം എന്താണ്, നമ്മൾ കോയിഫിഷ്യൻ മെട്രിക്സിലുള്ള ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ കോളംസ് കൊണ്ട് വേണം ബി നമുക്ക് ഫോം ചെയ്യാൻ. സോ ഞാൻ എയിലുള്ള 4th കോളവും 5th കോളവും 6th കോളവും കൺസിഡർ ചെയ്യുന്നു. ഈ കോളംസ് കൊണ്ട് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ബി ഞാൻ ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ബി ഈക്വൽ ടു I3. ഇനി ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ബേസിക് വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കിട്ടും. അതായത് എ പറഞ്ഞ മെട്രിക്സിൽ നിന്നും നമ്മൾ ഏതൊക്കെയാണോ കോളംസ് കൊണ്ടാണോ ബി പറഞ്ഞ മെട്രിക്സ് ഫോം ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന വേരിയബിൾസ് ആയിരിക്കും നമ്മുടെ ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. അതുകൊണ്ട് തന്നെ ആ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 1 0 0 ആണ്, അല്ലേ? ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 1 0 0 ആണ്. ഈ 1 0 0 എന്ന് പറയുന്നത് എയിലെ 6th കോളമാണ്, അല്ലേ? എയിലെ 6th കോളം കൊണ്ടാണ് നമ്മൾ ബിയിലെ ഫസ്റ്റ് കോളം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് x6 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് വേരിയബിൾ ആയിരിക്കും. ഇനി ബിയിലെ സെക്കൻഡ് കോളം കൺസിഡർ ചെയ്യുക. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് 0 1 0 ആണ്, അല്ലേ? 0 1 0 എന്ന് പറയുന്നത് എയിലെ 5th കോളമാണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് x5 എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് വേരിയബിൾ ആയിരിക്കും. സിമിലർലി ബിയിലെ 3rd കോളം കൺസിഡർ ചെയ്യുക. അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സിലെ 3rd കോളം കൺസിഡർ ചെയ്യുക. അതെന്ന് പറയുന്നത് 0 0 1 ആണ്, അല്ല? ഈ 0 0 1 എന്ന് പറയുന്നത് എയിലെ 4th കോളമാണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ x4 എന്ന് പറയുന്നത് ബേസിക് വേരിയബിൾ ആയിരിക്കും. സോ x6 x5 x4 ഇതായിരിക്കും നമ്മുടെ ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. നൗ നമുക്ക് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എക്സ് പി ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു ബി. ആൻഡ് ബി എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയായിരിക്കും. സോ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി ഈക്വൽ ടു ബി തന്നെ കിട്ടും. ആൻഡ് ബി ഈക്വൽ ടു 3 6 3. അപ്പോൾ നമ്മുടെ എക്സ് പി ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് 3 6 3 ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ അതിൻ്റെ ടേബിൾ വരയ്ക്കുകയാണ്. സോ നമ്മളാദ്യം എക്സ് പിക്ക് ഒരു കോളം വരയ്ക്കുന്നു. ദെൻ y1 y2 y3 y4 y5 y6. അതായത് നമുക്ക് എന്ന് പറയുന്നത് 6 വേരിയബിൾസ് ഉണ്ട്. അതായത് വേരിയബിൾസ് x1 x2 x3 x4 x5 x6 ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ y1 y2 y3 y4 y5 y6 ഓരോ കോളംസ് വരയ്ക്കുന്നു. ഇനി ഈ എക്സ് പിക്ക് മുകളിൽ നമ്മളൊരു സി ജി, നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ സി ജി കൊടുത്തിട്ടുണ്ട്. ഈ സി ജി എന്ന് പറയുന്നത് ദ കോയിഫിഷ്യൻസ് ഓഫ് the variable x1 x2 x3 x5 x6 in the objective function. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള x1ൻ്റെയും x2ൻ്റെയും എക്സെട്ര x6ൻ്റെയും കോയിഫിഷ്യൻസ് ആണ് ഈ സി ജെ വൺ കൊടുക്കുന്നത്, അല്ലേ? അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് -2x1 -x2 ആണ്, അല്ലേ? സോ x1ൻ്റെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -2 ആണ്. സോ y1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി ജെ എന്ന് പറയുന്നത് -2 ആണ്. x2ൻ്റെ കറസ്പോണ്ടിങ് ആയ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -1 ആണ്. സോ y2ൻ്റെ കറസ്പോണ്ടിങ് ആയ സി ജെ എന്ന് പറയുന്നത് -1 ആയിരിക്കും. സിമിലർലി നമ്മൾ ഈ സി ജെ എന്ന് പറയുന്നത് ആ വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയ കോയിഫിഷ്യൻസ് എഴുതി. ഓക്കെ, ആൻഡ് എക്സ് പി പറഞ്ഞ കോൾ നമുക്കൊരു എക്സ് പി പറഞ്ഞാൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ്. ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് 3 6 3 ആണ്. നമുക്കിപ്പോൾ തൊട്ട് മുന്നേ കിട്ടിയിട്ടുണ്ട്. അതാണ് 3 6 3 പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് സി ബി വൈ ബി. ഇനി വൈ ബി പറഞ്ഞ കോളം കൺസിഡർ ചെയ്യുക. വൈ ബി, ഈ വൈ ബി എന്ന് പറഞ്ഞാൽ വൈ ബി പറഞ്ഞ കോളത്തിൽ നമ്മൾ എന്താ എഴുതുന്നത്? നമ്മുടെ ബേസിക് വേരിയബിൾസ് ആണ്,
അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത് x6, x5, x4 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? അതായത് x4, x6, x5, x4 ആർ ബേസിക് വേരിയബിൾസ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y6, y5, y4 ഇതായിരിക്കും നമ്മൾ YB പറഞ്ഞ കോളത്തിനകത്ത് വരിക. അതായത് ബേസിക് വേരിയബിൾസിൻ്റെ കോളമാണത്. ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന സി ബി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതിയ ബേസിക് വേരിയബിൾസിൻ്റെ കോയിഫിഷ്യൻസ്. അതായത് y6ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -m ആണ്. സോ -m. y5ൻ്റെ എന്ന് പറയുന്നത് -m ആണ്. y4ൻ്റെ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് y1, y2, y3, y4, y5 പറഞ്ഞ കോളംസ് ഉണ്ട്. ആ കോളംസിൽ നമ്മൾ എ പറഞ്ഞ മെട്രിക്സ്, അത് ആ കോയിഫിഷ്യൻ്റ് മെട്രിക്സിലെ എലമെൻറ്റ്സ് ആണ് എഴുതുന്നത്. അതായത് 3, 1, 0, 0, 1, 4, 3, -1, 0, 1, 0, 1, 2, 0, 1, 0, 0. ഓക്കെ, ഇതാണ് ആദ്യത്തെ നമ്മൾ ടേബിൾ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നെറ്റ് വാല്യൂഷൻസ് കണ്ടുപിടിക്കണം അല്ലേ? നെറ്റ് വാല്യൂഷൻസ് ZJ - CJ കണ്ടുപിടിക്കണം. അതിനുശേഷം വി ഹാവ് ടു ചെക്ക് ദ സൈൻസ് ഓഫ് ഓൾ നെറ്റ് വാല്യൂഷൻ. എല്ലാ നെറ്റ് വാല്യൂഷൻ്റെയും സൈൻ ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് നെറ്റ് വാല്യൂഷൻ പറഞ്ഞാൽ ZJ - CJ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ZJ കണ്ടുപിടിക്കണം അല്ലേ? അതിന് മുന്നേ നമുക്ക് XBക്ക് കറസ്പോണ്ടിങ് ആയി XB എന്ന കോളത്തിൽ താഴെ നമ്മൾ Z പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് അവർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ Z. ആൻഡ് വി നോ ദാറ്റ് Z ഈക്വൽ ടു CB ഇൻറ്റു XB ആണ് അല്ലേ? Z ഈക്വൽ ടു CB ഇൻറ്റു XB ആണ്. സോ ഹൗ ടു ഫൈൻഡ് Z എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി CB എന്ന കോളത്തിലെ ഓരോ എൻട്രീസും അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന XB എന്ന കോളത്തിലെ ഓരോ എൻട്രീസും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഓരോ പ്രൊഡക്റ്റിനെ സം ചെയ്യുക. അതായിരിക്കും നമ്മുടെ CB XB എന്ന് പറയുന്നത്. അത് Z എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് Z ഈക്വൽ ടു -m ഇൻറ്റു 3 പ്ലസ് -m ഇൻറ്റു 6 പ്ലസ് 0 ഇൻറ്റു 3. ദാറ്റ് ഈസ് ഈക്വൽ ടു -9m. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ നെറ്റ് വാല്യൂഷൻസ് ZJ - CJ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ZJ - CJ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ZJ ആണ്. ഓക്കെ, ZJ. ആൻഡ് വി നോ ദാറ്റ് ZJ ഈക്വൽ ടു CB ഇൻറ്റു YJ. ZJ ഈക്വൽ ടു CB ഇൻറ്റു YJ ആണ്. സോ നമ്മൾ ഇന്നൊരു ആദ്യത്തെ കോളം y1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ CB എന്ന് പറയുന്നത് CB എന്ന കോളത്തിലെ ഓരോ എലമെൻറ്റും അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ഈ y1 എന്ന കോളത്തിലെ ഓരോ എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റുകൾ നമ്മൾ സം ചെയ്യാം. ദാറ്റ് ഈസ് y1 കറസ്പോണ്ടിങ് ആയി വരുന്ന ZJ എന്ന് പറയുന്നത് -m ഇൻറ്റു 3 പ്ലസ് -m ഇൻറ്റു 4 പ്ലസ് 0 ഇൻറ്റു 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -3m പ്ലസ് -4m വിച്ച് ഈസ് ഈക്വൽ ടു -7m. അപ്പോൾ ZJ എന്ന് പറയുന്നത് -7m എടുത്തു. ഇനി നൗ കൺസിഡർ ദ കോളം y2. ഇനി y2 എന്ന കോളം കൺസിഡർ ചെയ്യുക. ആ y2ൽ ZJ എന്ന് കണ്ടുപിടിക്കുക മീൻസ് CB ഇൻറ്റു y2. അതായത് CB എന്ന കോളത്തിലെ ഓരോ എലമെൻറ്റും അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന y2യിലെ ഓരോ എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റുകൾ സം ചെയ്യാം. ദാറ്റ് ഈസ് y2ന് കറസ്പോണ്ടിങ് ആയ ZJ എന്ന് പറഞ്ഞാൽ -m ഇൻറ്റു 1 പ്ലസ് -m ഇൻറ്റു 3 പ്ലസ് 0 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു -4m. ഇനി y3ൻ്റെ കൺസിഡർ ചെയ്യണമെങ്കിൽ -m ഇൻറ്റു 0 പ്ലസ് -m ഇൻറ്റു -1 പ്ലസ് 0 ഇൻറ്റു 0m. സിമിലർലി നമുക്ക് y4, y5, y6 അതിന് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിന് സം ചെയ്യാം. ഓക്കെ, അതാണ് നമുക്ക് ZJ എന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെറ്റ് വാല്യൂഷൻസ് ആണ്. നെറ്റ് വാല്യൂഷൻസ് മീൻസ് ZJ - CJ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ZJ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വി ഹാവ് ZJ - CJ. ZJ - CJ ഈക്വൽ ടു ഇപ്പോൾ നമുക്ക് ZJ കിട്ടിയിട്ടുണ്ട്. ഈ ZJ - CJ പറഞ്ഞാൽ നമ്മൾ ആ ടേബിളിലെ ഏറ്റവും മുകളിൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയ CJ കൊടുത്തിട്ടുണ്ട്. സോ അത് രണ്ടും തമ്മിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാം. സോ ഈ y1 കറസ്പോണ്ടിങ് ആയ ZJ - CJ എന്ന് പറയുന്നത് -7m മൈനസ് -2 വിച്ച് ഈസ് ഈക്വൽ ടു -7m പ്ലസ് 2. y2ന് കറസ്പോണ്ടിങ് ആയ ZJ - CJ എന്ന് പറയുന്നത് -4m മൈനസ് -1. സോ ദിസ് ഈസ് ഈക്വൽ ടു -4m പ്ലസ് 1. സിമിലർലി നമ്മൾ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയ നെറ്റ് വാല്യൂഷൻസ് കണ്ടുപിടിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കേണ്ടത് ഈ നെറ്റ് വാല്യൂഷൻസ് ഒക്കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നോൺ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സപ്പോസ് ഓൾ ZJ - CJs ആർ നോൺ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ Z -9m ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് എല്ലാ ZJ - CJ എന്ന് പറയും നോൺ നെഗറ്റീവ് അല്ല. അപ്പോൾ നോൺ നെഗറ്റീവ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിൽ ഏറ്റവും മോസ്റ്റ് നെഗറ്റീവായ
ZJ മൈനസ് CJ ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ZJ മൈനസ് CJയിൽ നെഗറ്റീവായത് ഒന്ന് -7m+2, രണ്ടാമത്തെ -4m+1. ഇത് രണ്ടുമാണ് നെഗറ്റീവ്. സോ അതിൽ മോസ്റ്റ് നെഗറ്റീവ് നമ്മൾ ചൂസ് ചെയ്യുന്നതിൽ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് -7m+2 ആണ്. സോ നമ്മൾ ആ -7m+2 കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, and the vector corresponding to most negative ZJ minus CJ is the incoming variable. ഈ മോസ്റ്റ് നെഗറ്റീവ് ZJ മൈനസ് CJക്ക് കറസ്പോണ്ടിങ് ആയി വരുന്ന വെക്ടറാണ് നമ്മുടെ ഇൻകമിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് -7m+2 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന വെക്ടർ എന്ന് പറയുന്നത് y1 ആണ്. കാരണം y1ൻ്റെ ആ വെക്ടറിൻ്റെ കോളത്തിലാണ് -7+2 ഉള്ളത്. സോ -7+2 എന്ന ഈ ZJ മൈനസ് CJ മോസ്റ്റ് നെഗറ്റീവായ നെറ്റ് വാല്യൂഷന് കറസ്പോണ്ടിങ് ആയി വരുന്ന വെക്ടർ y1 ആണ്. സോ y1 ഈസ് ദ ഇൻകമിങ് വേരിയബിൾ. y1 ഈസ് ദ ഇൻകമിങ് വേരിയബിൾ മീൻസ് നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് ഈ നമ്മുടെ YP പറഞ്ഞ കോളത്തിനകത്ത് ഈ y6, y5, y4 ഈ ഇതിലേതെങ്കിലും ഒന്ന് ആ ബേസിസിൽ നിന്ന് ലീവ് ചെയ്ത് അതിൻ്റെ പ്ലേസിനകത്ത് y1 വരും. ഓക്കെ, പക്ഷെ നമുക്ക് ഏതാണ് ആ ബേസിസിൽ നിന്ന് ലീവ് ചെയ്യുന്നതെന്ന് അറിയില്ല. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഈ y6 ആണോ y5 ആണോ ആ ബേസിസിൽ നിന്ന് ലീവ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് y1 ഈസ് ദ ഇൻകമിങ് വേരിയബിൾ നമുക്ക് കിട്ടി. സോ നൗ വി ഹാവ് ടു ഫൈൻഡ് വിച്ച് വൺ ഈസ് ദ ഔട്ട് ഗോയിങ് വേരിയബിൾ. ഏതാണ് ഔട്ട് ഗോയിങ് വേരിയബിൾ എന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. സോ ടു ഫൈൻഡ് ദ ഔട്ട് ഗോയിങ് വേരിയബിൾ വി ഫൈൻഡ് the minimum of xp divided by y1. അപ്പോൾ ഔട്ട് ഗോയിങ് വേരിയബിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് xb ഡിവൈഡഡ് ബൈ y1i, അതായത് xpനെ y1ലെ ഓരോ y1 എന്ന കോളത്തിലെ ഓരോ എൻട്രി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ xp ഡിവൈഡഡ് ബൈ y1i എന്ന് എഴുതിയിട്ടുണ്ട്. y1i മീൻസ് എന്ന് പറയുന്നത് y1ലെ എൻട്രീസ്. അപ്പോൾ ഓരോ xpനെയും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് y1ലെ എൻട്രീസ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ ആദ്യത്തെ xp എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3/3 നെക്സ്റ്റ്. സോ വി ഗെറ്റ് 1. നെക്സ്റ്റ് എന്ന് പറയുന്നത് 6/4 വിച്ച് ഈസ് ഈക്വൽ ടു 3/2. നെക്സ്റ്റ് xp എന്ന് പറയുന്നത് 3/1 വിച്ച് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ xp ഡിവൈഡ് ബൈ y1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 1 3/2 3 ആണ്. ഓക്കെ, അതായത് xpനെ അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന y1ലെ ഓരോ എൻട്രീസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. സോ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് ദ റോ വെക്ടർ കറസ്പോണ്ടിങ് ടു മിനിമം ഓഫ് xp ഡിവൈഡ് ബൈ y1 ഈസ് ദ അപ്പ് ഗോയിങ് വേരിയബിൾ. അപ്പം ഇതിന് ആ മിനിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയി വരുന്ന വെക്ടർ ആയിരിക്കും നമ്മുടെ ഔട്ട് ഗോയിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ മിനിമം വാല്യൂ 1 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന റോ വെക്ടർ എന്ന് പറയുന്നത് y6 ആണ്. സോ y6 ഈസ് ദ ഔട്ട് ഗോയിങ് വേരിയബിൾ. അപ്പോൾ നെക്സ്റ്റ് ടേബിളിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അവിടെ y6 ഉണ്ടാവില്ല. y6ന് പകരം അവിടെ y1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ലീഡിങ് എലമെൻറ്റ്. ഇനി നമ്മൾ ലീഡിങ് എലമെൻറ്റിനെ കണ്ടുപിടിക്കാം. ലീഡിങ് എലമെൻറ്റിനെ കണ്ടുപിടിക്കുക പറഞ്ഞാൽ നമുക്ക് ഈ ZJ മൈനസ് CJയിൽ മോസ്റ്റ് നെഗറ്റീവായി നമുക്ക് കിട്ടിയിരിക്കുന്നത് -7m+2 ആണ്. ആ കോളത്തിനും ഇവിടെ xp ഡിവൈഡ് ബൈ y1 അതിൽ മിനിമം വാല്യൂ ആയി കിട്ടിയിരിക്കുന്നത് y1 മിനിമം കിട്ടിയിരിക്കുന്നത് 1 വരുന്ന ആ ഒരു റോയും അപ്പം ആ കോളത്തിനും റോയ്ക്കും കൂടി കോമണായി വരുന്ന എലമെൻറ്റ് അതായിരിക്കും നമ്മുടെ ലീഡിങ് വൺ എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3 ഈസ് അവർ ലീഡിങ് വൺ. അപ്പോൾ ലീഡിങ് വൺ അല്ല ലീഡിങ് എലമെൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലീഡിങ് എലമെൻറ്റിനെ നമ്മൾ യൂണിറ്റി ആക്കി മാറ്റണം. ലീഡിങ് എലമെൻറ്റിനെ നമ്മൾ 1 ആക്കി മാറ്റണം. കൂടാതെ ആ ലീഡിങ് എലമെൻറ്റിനെ 1 ആക്കിയതിന് ശേഷം ആ ലീഡിങ് എലമെൻറ്റ് വരുന്ന കോളത്തിലെ ബാക്കി എല്ലാ എൻട്രീസിനെയും 0 ആക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് വരുമ്പോൾ YB എന്ന് പറയുന്നത് YBയിൽ ഈ y6 പോയിട്ട് അവിടെ y1 വരും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CBനകത്ത് അതിൻ്റെ കോയിഫിഷ്യൻ്റ് -2 വരും. ബാക്കി അതേപടി വരും. ഓക്കെ, ആൻഡ് നമുക്ക് ആ 3 അതായത് 3നെ നമുക്ക് 1 ആക്കി മാറ്റണം. അപ്പോൾ 3നെ 1 ആക്കി മാറ്റാൻ വേണ്ടി വി ഹാവ് ടു അപ്ലൈ ദ ഓപ്പറേഷൻ R1 ഗീവ്സ് R1/3. ഈ R1 എന്ന റോയിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ then it become 1 1 1/3 0 0 0. ആ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഫസ്റ്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലീഡിങ് വണ്ണ് ഈ 3
ലീഡിങ് എലമെൻറ്റ് 3ക്ക് താഴെ വരുന്ന എലമെൻറ്റ് എന്നൊരു 4 ആണ്. അപ്പോൾ 4നെയും 0 ആക്കണം, അതിന് താഴെയായി വരുന്ന 1നെയും 0 ആക്കണം. സോ വി ഹാവ് ടു അപ്ലൈ ദ ഓപ്പറേഷൻ R2 ഗിവ്സ് R2 മൈനസ് 4R1 ആൻഡ് R3 ഗിവ്സ് R3 മൈനസ് R1. ഓക്കെ, സിമിലർലി നമുക്ക് ഈ ലീഡിങ് എലമെൻറ്റ് 3 വരുന്ന ZJ മൈനസ് CJ നോക്കാം. ഈ ZJ മൈനസ് CJ മൈനസ് CJനെ നമ്മൾ എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. ഓക്കെ, അപ്പം 0 ആക്കി മാറ്റാൻ വേണ്ടി we have to apply the operation R4 gives R4 plus 7m minus 2 into R1. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേബിളായി ഇങ്ങനെ കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു നെഗറ്റീവ് വാല്യൂഷൻ്റെ സൈൻ ചെക്ക് ചെയ്യാം. എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയ, നോൺ നെഗറ്റീവ് ആണ് ഇപ്പോൾ കിട്ടിയ സെഡ് ആയിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് എല്ലാം കിട്ടിയത് എല്ലാ നെഗറ്റീവ് വാല്യൂഷൻസും നോൺ നെഗറ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ് നെഗറ്റീവ് ചൂസ് ചെയ്യാം. ഇവിടെ മോസ്റ്റ് നെഗറ്റീവ് എന്നൊരു -5/3m + 1/3 ആണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയി വരുന്ന വെക്റ്റർ, അതായത് y2, ആ y2 എന്ന വെക്റ്റർ ആയിരിക്കും നമ്മുടെ ഇൻകമിങ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഔട്ട് ഗോയിങ് വേരിയബിൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഔട്ട് ഗോയിങ് വേരിയബിൾ കണ്ടുപിടിക്കാനായിട്ട് വി ഫൈൻഡ് xb ഡിവൈഡ് ബൈ y2. അപ്പോൾ XB ഡിവൈഡ് ബൈ y2 നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിൽ ഏറ്റവും മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പം ഏറ്റവും മിനിമം വാല്യൂ ആയിട്ട് കിട്ടുന്നത് നമുക്ക് 6/5 ആണ്. അപ്പോൾ 6/5ന് കറസ്പോണ്ടിങ് ആയി വരുന്ന റോ വെക്റ്റർ അത് y5 ആണ്. സോ y5 ഈസ് ദ ഔട്ട് ഗോയിങ് വേരിയബിൾ. ആൻഡ് ഈ കോളത്തിനും റോയ്ക്കും കൂടിയിട്ട് കോമൺ ആയി വരുന്ന എലമെൻറ്റ് 5/3 ആണ്. സോ 5/3 ഈസ് അവർ ലീഡിങ് എലമെൻറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയത് y2 ഈസ് ദ ഇൻകമിങ് വേരിയബിൾ, y5 ഈസ് ദ ഔട്ട് ഗോയിങ് വേരിയബിൾ ആൻഡ് 5/3 ഈസ് ദ ലീഡിങ് എലമെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടേബിൾ വരയ്ക്കുന്നു. നെക്സ്റ്റ് ടേബിളിലേക്ക് വരുമ്പോൾ നമ്മുടെ y5 y5 എന്ന് പറയുന്ന ഔട്ട് ഗോയിങ് വേരിയബിൾ ആയിരുന്നു. സോ y5 അവിടുന്ന് ആ ബേസിസിൽ നിന്ന് പോയിട്ട് ആ y5ൻ്റെ പ്ലേസിനകത്ത് y2 വരും. സോ y2 നമ്മൾ ആ y5ൻ്റെ പ്ലേസിനകത്ത് y2 എഴുതും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി സി ബി എന്ന് പറയുന്നത് y2ന് കറസ്പോണ്ടിങ് ആയ -1 ആയിരുന്നു. സോ -1 എഴുതും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ലീഡിങ് എലമെൻ്റ് ആയിട്ട് 5/3 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ 5/3 1 ആക്കണം. അപ്പോൾ 5/3 1 ആക്കാൻ വേണ്ടി അത് സെക്കൻഡ് റോയിലാണുള്ളത്. അപ്പോൾ സെക്കൻഡ് റോയിന് നമ്മളൊരു 3/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വി അപ്ലൈ ദ ഓപ്പറേഷൻ R2 ഗിവ്സ് R2 ഇൻറ്റു 3/5 ആൻഡ് ബാക്കിയുള്ള ആ കോളം വരുന്ന ലീഡിങ് എലമെൻറ്റ് വരുന്ന കോളത്തിലെ മറ്റെല്ലാ എൻട്രീസിനും 0 ആക്കണം. സോ വി അപ്ലൈ ദ ഓപ്പറേഷൻ R1 ഗിവ്സ് R1 മൈനസ് 1/3 R2, R3 ഗിവ്സ് R3 മൈനസ് 5/3 R2 ആൻഡ് R4 ഗിവ്സ് R4 പ്ലസ് 5/3m മൈനസ് 1/3 ഇൻറ്റു R2. സോ നമുക്ക് ഇങ്ങനെ കിട്ടും. അവിടെ നമ്മൾ ZJ മൈനസ് CJൻ്റെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയത് 0, 0, 1/5, 0 ആണ് അല്ലേ. എല്ലാ സെഡ് നെഗറ്റീവ് വാല്യൂസും ZJ മൈനസ് CJ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ therefore an optimal basic feasible solution to the given linear programming problem has been attained. Thus the optimum basic feasible solution എന്ന് പറയുന്നത് അതായത് y1 കറസ്പോണ്ടിങ് ആയി x1 ഈക്വൽ ടു 3/5 ആൻഡ് x2 ഈസ് ഈക്വൽ ടു 6/5 ആൻഡ് മാക്സിമം ഓഫ് സെറ്റ് സ്റ്റാർ, മാക്സിമം നമ്മൾ കണ്ടുപിടിച്ച സെറ്റ് സ്റ്റാറിന് വേണ്ടിയിട്ടായിരുന്നു. സോ മാക്സിമം ഓഫ് സെറ്റ് സ്റ്റാർ ഈക്വൽ ടു -12/5. ഓക്കെ, പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്തായിരുന്നു? മിനിമൈസ് സെറ്റ് അല്ലേ, മിനിമൈസ് ചെയ്യാനായിരുന്നു. പക്ഷെ നമ്മളതിൽ മാക്സിമൈസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. സോ വി ഹാവ് മിനിമം സെറ്റ് ഈക്വൽ ടു മൈനസ് മാക്സിമം ഓഫ് സെറ്റ് സ്റ്റാർ വിച്ച് ഈസ് ഈക്വൽ ടു -12/5 വിച്ച് ഈസ് ഈക്വൽ ടു 12/5. ഓക്കെ.